ഭാവി മുഖ്യമന്ത്രിയെ ചൊല്ലി അവിടുന്നും ഇവിടുന്നും ഒക്കെയായി ചർച്ചകൾ ഉയർന്നു വരികയാണല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിൽ അടുത്ത തവണയെങ്കിലും UDFനെ അധികാരത്തിലെത്തിക്കാനാകുമോ എന്ന വെപ്രാളമാണ്. ഈ വെപ്രാളം തുടങ്ങിയിട്ട് ഏതാണ്ട് കൊല്ലം 5-8ആയി. 2021 നടക്കാത്തത് 2026 സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള കാലം ഓർമ്മയില്ലേ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2020 നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലം തൊട്ടില്ലെങ്കിലും മനോരമയൊക്കെ സാങ്കല്പിക മന്ത്രിസഭ വരെ രൂപീകരിച്ച് ഭരണം തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴി കടത്തിയ സ്വർണം കസ്റ്റംസ് പിടിച്ചതിന് സർക്കാരിനെതിരെ വഴിതിരിച്ചു വിട്ടാണ് ഇതിന് അടിത്തറ ഒരുക്കിയത്. പിന്നെ അങ്ങോട്ട് എന്തെല്ലാം കഥകളായിരുന്നു. ഖുർആനിൽ സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിൻ്റെ സ്വർണ്ണക്കുരു, സ്വർണം കടത്താൻ ബിരിയാണി ചെമ്പ് തുടങ്ങി എത്ര കഥകൾ. ഇതിൻ്റെ മറവിൽ ജനങ്ങളുടെ കിടപ്പാടം വരെ ഇല്ലാതാക്കാൻ ലൈഫ് മിഷൻ പദ്ധതി വരെ അട്ടിമറിക്കാൻ നോക്കി. CBI, ED തുടങ്ങി സകലമാന കേന്ദ്ര ഏജൻസികളും ഇവിടെ മണപ്പിച്ചു നടന്നു. ഈ ഒച്ചപ്പാടുകൾക്കിടയിലൂടെ ജയിച്ചു കയറാമെന്നായിരുന്നു UDFൻ്റെയും UDF മാധ്യമങ്ങളുടെയും കണക്കുകൂട്ടൽ. ആ ആവേശത്തിലാണ് സാങ്കല്പിക മന്ത്രിസഭയൊക്കെ രൂപീകരിച്ചത്. മനോരമ പത്രം അച്ചടിച്ചു വെച്ചത് മന്ത്രിസഭയുടെ ആദ്യ പകുതി ഉമ്മൻചാണ്ടിയും രണ്ടാം പകുതി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകാൻ തീരുമാനമായി എന്നാണ്. എന്നാൽ ധനമന്ത്രി ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സതീശൻ ജി ആയിരുന്നു. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൽ എത്തി സതീശൻ ജി സാങ്കല്പിക ബജറ്റ് വരെ അവതരിപ്പിച്ചു. ചാനൽ സർവേകളെല്ലാം UDFൻ്റെ വിജയം പ്രവചിച്ചു. UDF സ്ഥാനാർത്ഥികൾ ജയിച്ചെന്ന് സ്വയം വിശ്വസിച്ച് തയ്യാറാക്കിയ വാർത്തകൾ മുഖ്യധാരാ പത്രങ്ങളുടെ ഓൺലൈൻ എഡിഷനുകളിൽ പ്രത്യക്ഷപ്പെടുന്ന നില വരെ ഉണ്ടായി. സമാനമായ ആഭാസ നാടകങ്ങളുടെ തിരക്കഥയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. കോൺഗ്രസിൽ രൂക്ഷമായ ചേരിപ്പോരിനെ പോലും അവർക്ക് തന്നെ അനുകൂലമാക്കി മാറ്റാനുള്ള അസംബന്ധം. രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയാണ് ഈ കളി. 2 പ്രബല സമുദായ സംഘടനകളുടെ പരിപാടിക്ക് ചെന്നിത്തലയെ ക്ഷണിച്ചതാണ് തിരക്കഥയുടെ ത്രെഡ്. അതിൽ ഒരു നേതാവ് പറഞ്ഞത്രേ, മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയാണ് സതീശനേക്കാൾ മെച്ചമെന്ന്. ഇതോടെ ഭരണം കിട്ടിയ കളിയായി. മുഖ്യമന്ത്രി ആരാകുമെന്ന് ചർച്ചയായി. സതീശനോ ചെന്നിത്തലയോ? അതോ KC വേണു വരുമോ? K മുരളീധരൻ ആകുമോ? ശശി തരൂർ വരുമോ? ഇവരെയൊക്കെ മുഖ്യനാക്കാൻ K സുധാകരൻ വിടുമോ? ചർച്ച അങ്ങനെ കൊഴുക്കുകയാണ്. 2024 അവസാനിക്കുന്നതേയുള്ളൂ. ഇനിയും 1.5 വർഷത്തോളമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതിനു മുൻപ് 2025 ഒക്ടോബറിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ അതിനെല്ലാം മുൻപ് ഭാവി മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ പ്രചരണത്തിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: എങ്ങനെയെങ്കിലും UDFനെ അധികാരത്തിലെത്തിക്കുക. 2021 പൊളിഞ്ഞു പാളീസായ തിരക്കഥയുടെ മറ്റൊരു വേർഷൻ. അതുകൊണ്ട് നല്ല കരുതൽ വേണം. കോൺഗ്രസിലെ ഈ ചക്കളത്തിപ്പോരിനെയും നാണം കെട്ട അധികാര വടംവലിയെയും നെറികെട്ട ഗ്രൂപ്പ് രാഷ്ട്രീയത്തെയും എല്ലാം വെളുപ്പിച്ച് മിനുക്കുന്ന വലതു മാധ്യമ പ്രചരണത്തെ അസ്സലായിട്ട് കരുതിയിരിക്കണം.